രാവിലെ തന്നെ ഒന്ന് വയറ് ക്ലീൻ ആവാനും വയറ്റിന്ന് പോകാനും എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഷാമിന, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ ആരും അങ്ങനെ പുറത്ത് ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്, ഡിസ്കസ് ചെയ്യാൻ മടിയുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണ് അപകടാവസ്ഥയിൽ എത്തുന്നത് എന്നും ആൾക്കാർക്ക് അതിൻ്റെ അവയർനെസ് വളരെ കുറവാണ്. എപ്പോഴും ശോധന എന്ന് പറയുമ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന പ്രോസസ്സ് അത് നമ്മുടെ ശരീരത്തെ ശീലിപ്പിക്കുന്നത് അനുസരിച്ചായിരിക്കും വരുന്നത്. നമ്മളതിന് കൊടുത്തിരിക്കുന്ന പോസ്ചർ, ഇപ്പോൾ കൊമോഡ്സ് യൂസ് ചെയ്യുന്നത് തന്നെ യൂറോപ്യൻ ക്ലോസറ്റിൽ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യനിൽ പോകുന്നവരുണ്ട്. അപ്പം അതിൽ പിന്നെ നമ്മൾ അതേ ടൈപ്പിൽ പോയാലേ നമുക്ക് ശോധന വരുള്ളൂ. അപ്പോൾ അതറിയാത്ത ആൾക്കാരുണ്ട്, ഇത് മാറി മാറി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശോധന അതായത് വയറ്റിൽ നിന്ന് പോകുന്നതിൽ നിങ്ങൾ മാറി മാറി കൊമോഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ബോഡി എപ്പോഴും ശീലിപ്പിക്കുന്നത് അനുസരിച്ചാണ് അതിനുവേണ്ടി പ്രിപ്പയർ ആവുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന പ്രഷർ കാര്യങ്ങളൊക്കെ വേരിയേഷൻ വരുന്നത് കൊണ്ടാണ് കൊമോഡ് ഇതിലൊരു വലിയ ഘടകമാവുന്നത്. അതുപോലെ തന്നെ ഹാബിറ്റ്സ് ആയിട്ടുള്ള നമ്മൾ ഫോൺ കൊണ്ടുപോയി ഇരുന്ന് യൂസ് ചെയ്യുന്നത്, അതുപോലെ വെള്ളം തുറന്നു വിട്ടിട്ട് ടോയ്ലറ്റിൽ പോകുന്നത്, ഇതൊക്കെ നമ്മുടെ ബോഡി അതുപോലെ പഠിക്കും. പിന്നെ നിങ്ങൾ വെള്ളം തുറന്നു വിട്ടാലേ പറ്റുള്ളൂ, അതുപോലെ തന്നെ ഫോൺ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഹാബിറ്റ്സ് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ശരീരത്തെ ശീലിപ്പിച്ചത് ആ രീതിയിൽ നിങ്ങൾക്ക് പിന്നെ ശോധന വർക്ക് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഫോൺ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ടോയ്ലറ്റിൽ കയറുമ്പോൾ ഈ ഫോൺ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് നിങ്ങൾ കൂടുതൽ സമയം ടോയ്ലറ്റിൽ ചിലവഴിക്കേണ്ടി വരും. അങ്ങനെ കൂടുതൽ സമയം അവിടെ ഇരിക്കുന്നത് വഴി നിങ്ങൾക്ക് പൈൽസ് പോലെയുള്ള കണ്ടീഷൻസ് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങളെ കൂടുതൽ മലബന്ധത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചായ കുടിച്ചാലേ ടോയ്ലറ്റിൽ പോവുള്ളൂ, ചില ആൾക്കാർക്ക് ചൂടുവെള്ളം കുടിച്ചാലേ ടോയ്ലറ്റിൽ പോവുള്ളൂ, ചില ആൾക്കാർ ഫുഡ് രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കും ടോയ്ലറ്റിൽ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ശീലിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ ശോധന വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ശീലങ്ങൾ കൊടുത്തുകൊണ്ട് ശോധന ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ നല്ല ശീലങ്ങൾ? രാവിലെ തന്നെ നിങ്ങൾ ഒരു 8 മണിക്കും 7 മണിക്കും ഇടയിൽ ടോയ്ലറ്റിൽ പോയി ശീലിക്കുക എന്നുള്ളതാണ്. ആ സമയത്താണ് നമുക്ക് ബോഡി ക്ലോക്ക് അനുസരിച്ചിട്ട് ടോയ്ലറ്റിൽ പോകാനുള്ള ടൈം. അപ്പോൾ ഒരു 7 മണിക്കും 8 മണിക്കും ഇടയിൽ നിങ്ങൾ ശോധന ചെയ്തിരിക്കുക. അല്ലാതെ നമ്മൾ കൂടുതൽ കിടന്നുറങ്ങിയ ഒരു ദിവസം പിന്നെ അത് 10 മണിക്ക് പോവുക, അല്ലെങ്കിൽ വർക്കിൻ്റെ തിരക്കിൽ നമ്മൾ പോവാതിരിക്കുക. അങ്ങനെ നമ്മൾ ഈ ശോധന ഡിലേ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പിന്നീട് അത് നടക്കാതെ വരികയും നമ്മൾ മലബന്ധത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ അത് ആ പോകുന്ന ടൈം എപ്പോഴും ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയെ ശീലിപ്പിക്കുന്നതാണ് നമുക്ക് ഭാവിയിൽ നമ്മുടെ ഹെൽത്തിന് കൂടുതൽ നല്ല രീതിയിൽ വരുന്ന കാര്യങ്ങൾ. മലബന്ധം കോൺസ്റ്റിപ്പേഷൻ എന്ന് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറയുമ്പോൾ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്നുള്ളത്. നാരുകളടങ്ങിയ ഭക്ഷണം എന്താണ്? നാരുകളടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജമുണ്ട്, പ്രോട്ടീനുണ്ട്, മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മൈക്രോ മിനറൽസ് ഉണ്ട്, അതുപോലെ ഫൈബേഴ്സും വരുന്നുണ്ട്. ഫൈബേഴ്സ് എന്തിലൊക്കെയാണുള്ളത്? നമ്മുടെ കുക്കുംബർ, ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെയുള്ള വർഗ്ഗങ്ങളിലാണ് കൂടുതലായിട്ടും നാരുകൾ അടങ്ങിയിട്ടുള്ളത്. ഇത്തരം നാരുകൾ ഇൻസോലബിൾ ഫൈബേഴ്സാണ്. ഇത് നമുക്ക് ശോധനയ്ക്ക് സഹായിക്കുന്നുണ്ട്. ശോധന എന്ന് പറയുമ്പോൾ ചെറുകുടലിൽ നമ്മുടെ മിനറൽസും വൈറ്റമിൻസും അതായത് ന്യൂട്രിയൻസൊക്കെ അബ്സോർബ് ചെയ്തതിന് ശേഷം പിന്നെ വൻകുടലിൽ വന്ന് വെള്ളവും അബ്സോർബ് ചെയ്തതിന് ശേഷം അവശിഷ്ടങ്ങൾ പുറന്തള്ളുന്ന പ്രോസസ്സാണ്. നമ്മുടെ അന്നനാളം മുതൽ നമ്മുടെ വൻകുടൽ വരെ സങ്കോച വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ഒരു സമയത്ത്. അതിനെ പെരിസ്റ്റാൾസിസ് എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രവർത്തനം പെരിസ്റ്റാൾസിസ് നന്നായി നടന്നില്ലെങ്കിൽ ആഗീരണവും പുറന്തള്ളലും നടക്കത്തില്ല നല്ല രീതിയിൽ. അതുപോലെ ആഗീരണം ചെയ്ത ശേഷം അതിനെ പുറന്തള്ളണമെങ്കിൽ കൃത്യമായിട്ട് നല്ല എമൗണ്ട് ഫൈബർ വേണം. എന്നാലേ നമ്മുടെ ചെറുകുടലിലും വൻകുടലിലും ഒക്കെ ചൂലായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ആ അവശിഷ്ടങ്ങളെ എല്ലാം നല്ല രീതിയിൽ പുറന്തള്ളാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഇൻകംപ്ലീറ്റ് ആയിട്ട് പോയാലും പോവാത്ത പോലെ ഫീൽ ചെയ്യുക, ദിവസവും പോവാതിരിക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഈ സങ്കോച വികാസം നല്ല രീതിയിൽ നടക്കാനായിട്ട് നമ്മൾ കൂടുതൽ നല്ല ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവണം. നല്ല ബാക്ടീരിയാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോബയോട്ടിക്സിലും പ്രീബയോട്ടിക്സിലും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. വീഡിയോയുടെ എൻഡിൽ എന്തൊക്കെയാണ് നിങ്ങൾ അതിനു വേണ്ടി കഴിക്കേണ്ടതെന്ന് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഇനി നമ്മൾ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് സങ്കോച വികാസങ്ങൾ നടക്കുന്നതും അതുപോലെ ഫൈബറിൻ്റെ അളവ് നല്ല രീതിയിലാക്കി ബാക്ടീരിയാസൊക്കെ നല്ല രീതിയിലുണ്ട്, എല്ലാം സപ്ലൈ ചെയ്ത് പ്രോബയോട്ടിക്സൊക്കെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു മലബന്ധം എന്ത് ചെയ്തിട്ടും മാറുന്നില്ല,
പ്രോബയോട്ടിക് കൊടുത്തു, ഫൈബർ കൊടുത്തു, എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ നെർവസ് സിസ്റ്റം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. വർഷങ്ങളോളം നടുവേദന അനുഭവിക്കുന്നു, ബൾജ്, കംപ്രഷൻ ഒക്കെയുള്ള ആളുകളിൽ നെർവസ് സിസ്റ്റത്തിന് തകരാറ് വന്നത്, അതായത് നാഡീവ്യവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നത് കാരണം സങ്കോച വികാസങ്ങൾ നടക്കാതെ വരാം. എല്ലായിടത്തും നാഡികൾ സപ്ലൈ ചെയ്തിട്ടാണ് സങ്കോച വികാസങ്ങളും നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിക്കുന്ന പ്രവർത്തനവും അതായത് ഇമ്പൾസസ് സിഗ്നലൊക്കെ കൊടുക്കുന്നത് നാഡീവ്യവസ്ഥയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പം നാഡീവ്യവസ്ഥയിൽ ഒരു തകരാറ് വന്നത് കാരണമായിരിക്കാം ഒരു പക്ഷേ മലബന്ധം അനുഭവപ്പെടുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ CT സ്കാനും എൻഡോസ്കോപ്പിയും ഒക്കെ എടുത്ത് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മുടെ ശീലങ്ങൾ, അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, പ്രോബയോട്ടിക്സിൻ്റെ കുറവ്, ഇതൊക്കെ കാരണമാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ എന്തൊക്കെയാണ് പേഷ്യൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഇതിനൊക്കെ പരിഹാരം കാണുന്നതെന്ന് നമുക്ക് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. ശീലങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഫോൺ യൂസ് ചെയ്യുന്നത്, വെള്ളം തുറന്നു വിടുന്നത്, ചൂടുവെള്ളം ഉപയോഗിക്കുന്നത്, ചായ കുടിക്കുന്നത്, ഫുഡ് കഴിക്കുന്നത്, അങ്ങനത്തെ ശീലങ്ങൾ, പിന്നെ പോകുന്ന ടൈം, ഇത് നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. എപ്പോഴും ഡോക്ടേഴ്സ് പറയും നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ആണെന്ന് പറയുമ്പോൾ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ചില ആളുകൾക്ക് ഒരു പക്ഷേ ഇത് ഡിഹൈഡ്രേഷൻ കാരണം മാത്രമായിരിക്കാം. നെർവസ് സിസ്റ്റം ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ആളുകളിൽ ഡിഹൈഡ്രേഷൻ വലിയൊരു കാര്യമായിരിക്കാം. അപ്പോൾ ദിവസവും ഒരു 4 ലിറ്റർ വെള്ളം കുടിക്കുന്നെന്ന് ഉറപ്പ് വരുത്തണം. നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ഫൈബർ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫൈബർ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളരി, കുമ്പളം, അതായത് പടവലങ്ങ, അങ്ങനെ ഗാർഡ് വെറൈറ്റീസ് എന്ന് പറയും, വെള്ളം കണ്ടന്റ് കൂടുതലുള്ള, നമ്മൾ സാമ്പാറിലും അവിയലിലൊക്കെ ഉപയോഗിക്കുന്ന കണ്ടൻറ്റ്. അപ്പോൾ അതൊക്കെ എല്ലാ ദിവസവും കൃത്യമായി കഴിക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതൊക്കെ കൃത്യമായി കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിൽ തന്നെ തൈറോയിഡിൻ്റെ ഒന്നും പ്രശ്നമില്ലാത്ത ആളുകളാണെങ്കിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ബ്രൊക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ, അതിലൊക്കെ ഒരുപാട് ഫൈബർ ഉള്ളതാണ്. ബീൻസ്, പിന്നെ നമ്മുടെ ചിയാ സീഡൊക്കെ കഴിക്കുന്നത് ഇൻസോലബിൾ ഫൈബർ ഒരുപാട് കിട്ടുന്നതാണ്. ഫ്ലാക്സ് സീഡ്, വെണ്ടക്ക വളരെ നല്ലതാണ്. ഒരുപാട് ഇൻസോലബിൾ ഫൈബറുള്ള ഒരു ഭക്ഷണമാണ് വെണ്ടക്ക എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഫേസ് ചെയ്യുന്ന ആളുകൾ ദിവസവും ഇതൊക്കെ ഉൾപ്പെടുത്തി ആ ഒരു ഫൈബറിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ മലബന്ധമുള്ളവർക്ക് വയറ് നന്നായി ക്ലീൻ ആവാനും വയറ്റിൽ പോവാനും ഒക്കെ എന്തൊക്കെ ചെയ്യാം, നമുക്ക് രാത്രി തന്നെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, രാവിലെ നന്നായി ക്ലീൻ ആവാനായിട്ടൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 1 ടീസ്പൂൺ ആവണക്കെണ്ണ അഥവാ എരണ്ട തൈലം എന്ന് ചോദിച്ച് തന്നെ മേടിക്കണം. ആയുർവേദ ഷോപ്പിൽ ഉള്ളിലേക്ക് എടുക്കാനായതുകൊണ്ടാണ്. 1/2 ടീസ്പൂൺ ലെമൺ, നാരങ്ങയുടെ നീര്, കുറച്ച് ഉപ്പ്, ഒരു 1/2 ഗ്ലാസ് വാം വാട്ടറിനകത്ത് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് കിടക്കുക. രാവിലെ നമുക്ക് വയറ്റിൽ നിന്ന് നല്ല രീതിയിൽ പോകും. അതുപോലെ തന്നെ രാത്രി കിടക്കാൻ സമയത്ത് ആവണക്കെണ്ണ 1 ടീസ്പൂൺ കൺസ്യൂം ചെയ്തിട്ട് കിടന്നാൽ രാവിലെ നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് നന്നായിട്ട് പോകും. രാവിലെ എഴുന്നേറ്റ ശേഷം ഒരു 1/2 ഗ്ലാസ് വാം ലൈം വാട്ടർ കുടിച്ചാൽ ചെറിയ രീതിയിലുള്ള കോൺസ്റ്റിപ്പേഷനൊക്കെ ആണെങ്കിൽ നന്നായി വയറ് ക്ലിയർ ആവും. അതുപോലെ നമ്മുടെ വയറ്റിൽ ചീത്ത ബാക്ടീരിയാസ് ഉണ്ടാവും. അത് നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറയ്ക്കുന്ന ബാക്ടീരിയാസാണ്. അപ്പോൾ അങ്ങനെ ചീത്ത ബാക്ടീരിയാസ് കൂടുതലുള്ള സാഹചര്യമാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഒറ്റമൂലിയാണ് നമ്മുടെ വേപ്പ് ഇലയുടെ ഒരു ബോളും, അതുപോലെ തന്നെ പച്ചമഞ്ഞൾ അരച്ച് ഉണ്ടാക്കിയ ബോൾ. ഇതൊരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വെറും വയറ്റിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ചീത്ത ബാക്ടീരിയാസ് കൊണ്ടുണ്ടാവുന്ന കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ അത് കുറഞ്ഞു കിട്ടും. ചീത്ത ബാക്ടീരിയാസൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മുടെ ഭക്ഷണക്രമത്തിൽ അത്ര അധികം ചീത്ത ബാക്ടീരിയാസ് ഉണ്ടാവാൻ സാഹചര്യം ഉണ്ടാക്കുന്ന, അതായത് ഇൻഡൈജഷനും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിച്ചതിന് ശേഷമാണ് ചീത്ത ബാക്ടീരിയാസിൻ്റെ അളവ് കൂടുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് ഉന്മൂലനം ചെയ്യാനായിട്ട് ഈ പറഞ്ഞ കാര്യം ചെയ്താൽ മതിയാവും. ഈ ഒരു മഞ്ഞളും വേപ്പും അതിൻ്റെ ഉരുളകൾ രാവിലെ ഓരോന്ന് ഒരു 10 ദിവസം അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം മാറും. പിന്നെ അതുപോലെ വയറ്റിൽ നിന്ന് പോകാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവിപത്തി ചൂർണം 1/2 ടീസ്പൂൺ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിനകത്ത് കലക്കി കുടിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ചൂടുവെള്ളം കൂടി നിങ്ങൾ കുടിച്ചിരിക്കണം. അതും വയറ്റിൽ നിന്ന് പോകാനായിട്ട് സഹായിക്കും. ആഹാരത്തിന് മുമ്പ് കുറച്ച് നെയ്യ്, ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കഴിക്കുന്നത് നല്ലതാണ്. ആഹാരത്തിന് കൂടെ മിക്സ് ചെയ്ത് കഴിക്കരുത്, ഇത് ഫാറ്റായിട്ട് മാറും. ആഹാരത്തിന് മുമ്പ് കഴിക്കുകയാണെങ്കിൽ വയറ്റിൽ നിന്ന് പോകാനായിട്ട് അത് സഹായിക്കും.
പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പ്രോബയോട്ടിക്കിൻ്റെ കാര്യം. പ്രോബയോട്ടിക്സ് എടുക്കുന്നത് നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് കൂട്ടാനായിട്ടാണ്. അപ്പം നല്ല ബാക്ടീരിയാസ് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ആ പ്രശ്നം ആണ് ഉള്ളതെങ്കിൽ, കാരണം ഈ ചീത്ത ബാക്ടീരിയാസിൻ്റെ അളവൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് നല്ല ബാക്ടീരിയാസും കുറയും. കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ അങ്ങനെയാണ്. അപ്പോൾ അവിടെ ചാൻസസ് ഉണ്ട് നമ്മുടെ നല്ല ബാക്ടീരിയ കുറയാനും ചീത്ത ബാക്ടീരിയയുടെ അളവ് കൂടാനും റേഷ്യോയിൽ വ്യത്യാസം വരാനും. അപ്പോൾ നല്ല ബാക്ടീരിയയുടെ സപ്ലിമെൻറ്റിന് വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള നമ്മുടെ തൈര്, അതുപോലെ തന്നെ ഉപ്പിലിട്ടത്, അതുപോലെ നിങ്ങൾ ആ കറ്റാർ വാഴയുടെയൊക്കെ ജെല്ല് ഫെർമെൻറ്റ് ചെയ്തെടുക്കുന്ന ഫോമുണ്ട്, അതൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഉപ്പിലിട്ടതെന്ന് പറയുന്നത് പ്രത്യേക രീതിയിലാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒത്തിരി വിനാഗിരി ഒഴിച്ചിട്ടൊന്നുമല്ല. കുറച്ച് വെജിറ്റബിൾസ്, ഇപ്പോൾ ക്യാരറ്റോ ബീട്രൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാങ്ങയോ ഒക്കെ നിങ്ങൾ ഉപ്പിലിടാനായിട്ട് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പ് മാത്രം ഇട്ട് വെക്കുന്നതാണ്. പിന്നീട് അതൊരു ഒരാഴ്ച അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഫെർമെൻ്റ് ആവും. അപ്പോൾ അതിനകത്ത് നല്ല ബാക്ടീരിയാസ് വന്നു തുടങ്ങും. അപ്പോൾ ആ ഒരു ഫോമിലാണ് നിങ്ങൾ ഉപ്പിലിട്ടത് എടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രോബയോട്ടിക്സ് കിട്ടും. എന്നിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബയോട്ടിക്സിൻ്റെ സപ്ലിമെൻറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പെട്ടെന്നുള്ള ഒരു ഹൈക്കിന് വേണ്ടി നിങ്ങൾക്ക് അങ്ങനെയും ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാം. നല്ല ദഹനം നടക്കാനും വയറ്റിൽ നല്ല രീതിയിൽ പോകാനും എക്സസൈസുകൾ ഒരുപാട് സഹായിക്കാറുണ്ട്. കൃത്യമായിട്ടുള്ള വർക്കൗട്ടും കൃത്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സും ഒക്കെ എല്ലാ രീതിയിലും നമുക്ക് വയറ്റിൽ നിന്ന് പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നല്ല ദഹനത്തിന് വേണ്ടി വജ്രാസനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വജ്രാസനം എന്ന് പറയുന്ന പോസ്റ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അബ്ഡോമിനിലേക്കുള്ള ബ്ലഡ് പ്രഷർ കൂടുകയും സർക്കുലേഷൻ കൂടുകയും നമ്മുടെ വയറ്റിൽ നിന്ന് നന്നായി ക്ലിയറായി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശശങ്കാസനത്തിൽ അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് വയറ്റിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന ഗ്യാസ് കാര്യങ്ങളൊക്കെ പോകാനും വയറ്റിനൊരു നല്ല റിലാക്സേഷൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്ററും പ്രത്യേകിച്ച് മലബന്ധത്തിനും നമ്മുടെ വയറ്റിലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇനി പവനമുക്താസനം ചെയ്യുമ്പോൾ നമ്മൾക്ക് വയറ്റിൽ നിന്ന് ഗ്യാസൊക്കെ റിലീസായി നല്ല റിലാക്സ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അബ്ഡോമിനൽ മസിൽസിന് നല്ല റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ പവനമുക്താസനവും ഒരു ഇതിന് മലബന്ധത്തിനും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ആസനയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധമുള്ള മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് ക്ലിയറായിട്ട് മാറിക്കിട്ടും. ഇനി ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു നല്ലൊരു ഡോക്ടറിനെ കണ്ട് ഒരു CT സ്കാനും എൻഡോസ്കോപ്പിയും ഒക്കെ എടുത്ത് എന്താണ് കൃത്യമായിട്ടുള്ള കാര്യം എന്ന് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യേണ്ടിയുണ്ട്. നേരത്തെ ഞാൻ നടുവേദനയുടെ കാര്യം പറഞ്ഞായിരുന്നു. നടുവേദന ക്രമേണ കോൺസ്റ്റിപ്പേഷനായിട്ട് മാറുന്ന അവസ്ഥ. അത്തരം നടുവേദനയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഫിസിയോതെറാപ്പിയുടെ ഇൻ്റർവെൻഷനോ അക്യുപങ്ക്ചറിൻ്റെ ഇൻ്റർവെൻഷനോ ഒക്കെ എടുത്ത് ആ ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ സ്റ്റിമുലേഷൻ ഒന്ന് കൂട്ടി കൊടുക്കുക. അത് നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകാനായിട്ട് പതുക്കെ ഹെൽപ്പ് ചെയ്തോളും. അതുപോലെ കോൺസ്റ്റിപ്പേഷനുള്ള ആളുകൾ പ്രത്യേകം ചെയ്ത് കൊടുക്കേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് അബ്ഡോമിനൽ മസാജ്. അടുത്തുള്ള ഒരു ആയുർവേദ ക്ലിനിക്കിലോ എവിടെയെങ്കിലും പോയി കൃത്യമായിട്ട് ഒരു അബ്ഡോമിനൽ മസാജ് മന്ത്ലി ഒരു 2-3 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ മസിൽസിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും മുറുക്കമൊക്കെ കാരണമാണ് നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകാത്തതെങ്കിൽ അതൊന്ന് റിലീഫായി കിട്ടും. നാച്ചുറോപ്പതിയിൽ വരുന്ന ജലചികിത്സകളായിട്ടുള്ള ഹിപ്പ് ബാത്ത്, ഫുൾ ഇമേർഷൻ, അതുപോലെ മഡ് ബാത്ത്, മഡ് പാക്ക് ഓൺ അബ്ഡോമൻ, പിന്നെ നമുക്ക് വയറ്റിൽ വെറ്റ് പാക്ക് ഇടുന്നത്, ഇതൊക്കെ നമുക്ക് വയറ്റിൽ നിന്ന് പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറിക്കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൺസൾട്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.